ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇതാക്കണം, ഞങ്ങൾ 4-5 മണിയായപ്പോൾ ഈ വ്ളോഗ് ചെയ്യാതിരിക്കാണ്ടിരുന്നാട്ടോ മക്കളെ. അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ ഒരു വാക്ക് തർക്കം ഉണ്ടായി, അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ സൗണ്ടാണ് ഓഫാക്കിട്ടോ. കാക്കും ഞാനും ഋതു ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ എന്തായാലും 10 മണിക്ക് നമുക്ക് ലൈവ് ഇടണം എന്നാലും എന്ന് പറഞ്ഞു ഋതു കേട്ടോ. അപ്പോൾ 10 മണിക്ക് ലൈവ് ഇടും, എല്ലാവരും വരണം കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഋതു, ഞാൻ, ഷെയ്മോള്, ഇച്ചു, കാക്കു, എൻ്റെ ഇടയിൽ മമ്മാനുമാണെങ്കിൽ മെല്ലെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തോ പശുവിൻ്റെ വർത്താനോ പോത്തിൻ്റെ വർത്താനമൊക്കെ പറഞ്ഞുകാണ്ട് തെറ്റിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ഞാൻ ഋതുവിനോട് പറഞ്ഞു ഞാൻ അല്ല വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പശുവിൻ്റെയും പോത്തിൻ്റെയും വർത്താനമാണ്, അല്ലാതൊന്നുമല്ല കേട്ടോ. അപ്പം അന്ന് വാങ്ങിച്ചിരുന്ന കഥയൊക്കെ പറയായിരുന്നു. എനിക്കൊരു പോത്തും കുട്ടീനെ വാങ്ങിച്ചേരി അവിടെ കടന്നോട്ടെ മൂലക്കൽ എന്ന് പറഞ്ഞിട്ടേ. കാരണം കുറച്ച് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പം കൊടുത്താലും നല്ലൊരു സംഖ്യ കിട്ടുമല്ലോ, നമ്മളെ ബാങ്കൊക്കെ എന്തെങ്കിലുമൊക്കെ അടക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. അല്ലാതെ നോക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാലും നമുക്ക് ആ അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്നാണ് കെട്ടിയിട്ടാലേ കുറച്ചെന്തേലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം കുറച്ചൊക്കെ പുല്ലൊക്കെ ഉണ്ടല്ലോ, ഞാനും കുറച്ചൊക്കെ അരിയും. എന്നെക്കൊണ്ട് കഴിയില്ല, എന്നാലും ഋതുവിനോടൊക്കെ ഒന്നുകൊണ്ട് വച്ചിട്ടാലും ഓനും അരിഞ്ഞു വന്നോളും. പിന്നെ കാക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാക്കണം കേട്ടോ, നമ്മളെ ശുങ്കടിയാൾ പന്ത് കളി കഴിഞ്ഞ് വരികയാണ്. 2 എണ്ണം മൂത്തച്ഛൻ്റെ കുട്ടിയാൾ. ഒന്ന് ഇതാക്കണ് ചങ്ങായി കയറി വരുന്നുണ്ട്, മല കയറി വരുന്നുണ്ടോന്. നിങ്ങൾ വീഡിയോ തുടങ്ങിക്കോളിമ്മ, ഞാൻ വരാമെന്ന് പറഞ്ഞ് പോയ ആളാട്ടോ. ഇന്ന് നേരം വൈകി. അപ്പം ഇന്ന് 10 മണിക്ക് ലൈവ് ഇടണം പറഞ്ഞുകാണ്ട് സന്തോഷിച്ചിരിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടാവും, ഫാമിലി എല്ലാവരും വരണം കേട്ടോ. 10 മണിക്ക് കറക്റ്റിന് അത് കയറിക്ക. അജാണ് നടന്നൂടെ പന്ത്. അപ്പൊ ഋതുവാ പറയൂ ഋതുവാ. അപ്പൊ ഇന്ന് 10 മണിക്ക് ലൈവ് ഉണ്ടാവും, എല്ലാരും വരണുണ്ടോ? ഷാളെടുത്താലേ ഇമ്മമ്മ കുപ്പായൊക്കെ മടക്കണുണ്ട് കേട്ടോ. അമ്മമ്മ പറയടാ, ശരിക്കും പറയാം എല്ലാവരും 10 മണിക്ക് വരാൻ. മാജിക് അല്ല, ഇന്ന് 10 മണിക്ക് എല്ലാവരും വരും ഞങ്ങളെ കാണാനും അറിയും. എന്ത് ക്വസ്റ്റ്യന്? ഓൾക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ അറിയാത്ത ഒന്നും ഉണ്ടാവില്ല. ഇത് പോയി കുളിച്ചാ ബേബി കരയണു. അപ്പൊ വൈകുന്നേരം വെറുതെ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയാട്ടോ. അങ്ങനെ ഇറങ്ങലൊന്നുമില്ല, എല്ലാവരും കൂടി ഉണ്ടായിട്ടേ. ഉമ്മയുണ്ട്, ഉമ്മാക്ക് സുഖമില്ലാത്തല്ല, ഉമ്മാനെ ഇട്ടുകാണ്ട് പുറത്ത് പോകാൻ പറ്റൂല. അപ്പം പിന്നെ ബാത്റൂമും കാര്യങ്ങൾക്കൊക്കെ പോകാൻ കയറിയാടാവും കരുതി. അപ്പം ഇത് പെട്ടെന്ന് പോയി കണ്ട് വീഡിയോ എടുത്താട്ടോ. നമ്മളെ പാടങ്ങളൊക്കെയാണ് അത്. ഈ ഭാഗത്ത് സാവധാനമായിരുന്നു നെല്ലിട്ടിരുന്നത് അല്ലേ. അവിടെയൊക്കെ കിളിർത്ത് റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. മറ്റേ ഭാഗത്തൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാം കഴിഞ്ഞു. നല്ല ആ ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടോ. വൈക്കോലും ഒക്കെ കൊണ്ടുപോലും തുടങ്ങി ആ ഭാഗമൊക്കെ. ഇത് കണ്ടോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി നടത്തിയിരുന്ന പാടമായിരുന്നു. അവിടെ ഇപ്പോൾ വേറെ കാക്കുവാണ് എടുത്ത് കേട്ടോ, പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് മെല്ലെ ഒന്ന് കാണിച്ചു തന്നൂല്ലേ. എന്നിട്ട് പെട്ടെന്ന് പോവാട്ടോ വീട്ടിലേക്ക്. ഞാൻ അവിടേക്ക് ഒന്ന് പുറമൊന്ന് കാണിച്ചു തരുതി. പുറത്ത് പോയി വ്ളോഗ് ചെയ്യാനൊന്നും കഴിയണില്ല കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് പോയി വ്ളോഗ് ചെയ്യണം. അപ്പം ഉമ്മാനെയും കൊണ്ടുപോകണം എന്നുണ്ട്, ഉമ്മ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ശരിയായി വരട്ടെ. അപ്പോൾ ഇതാക്കണ കണ്ടില്ല, എവിടെയൊക്കെ കുറേ ആയില്ല എവിടെയൊക്കെ കണ്ടിട്ട്. കാക്കു അവിടെ കുറേ തീ ഇടുകയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അവിടെ എത്തിയത് മൂത്തച്ഛൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാട് പിടിച്ചിരുന്നു, കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഇലകളൊക്കെ കുന്നുകൂടിയിട്ടേ ജന്തുക്കൾ കയറി വരികയാണ്. താഴത്തേക്കൊന്നും ഇറങ്ങലില്ല കേട്ടോ. പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മളെ പശുക്കുട്ടി ഒറ്റക്കായിട്ടോ. മൂത്തച്ഛൻ്റെ വീടാണ്. ലീനുമോളും മൂത്തച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അവരങ്ങനെ കളിക്കുകയാണ്. അപ്പം നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. 10 മണിക്ക് ലൈവ് മറക്കല്ലേ.